അപ്പോൾ ഇന്നിപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ മീൻ ഞങ്ങൾ കുറേ ആയിട്ട് ഇങ്ങനെ എപ്പോഴും കടയിലൊക്കെ പോകുമ്പോഴൊക്കെ നോക്കുന്നവരാണ് എന്ന മീനാണ്. നമുക്ക് അങ്ങനെ എപ്പോഴൊന്നും ഉണ്ടാവില്ല ഈ ഒരു മീൻ. അതായത് നമ്മൾ അയലച്ചമ്പാനാണ്. അപ്പോൾ അത്ര അധികം വലിയൊരു വലിപ്പമൊന്നുമില്ലാതെ അയലേൻ്റെ ഒക്കെ പോലെ തന്നെ. അപ്പോൾ പിന്നെ അധികം വിലയില്ല, അങ്ങനെ വലിയൊരു വിലയുള്ള മീനൊന്നുമല്ല. പക്ഷേ വെച്ചാൽ എപ്പോഴും കിട്ടില്ല അത്. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ അത് കണ്ടപ്പോൾ അത് വാങ്ങി. അപ്പോൾ നമ്മൾ കുറേ ഉണ്ടാവും ഇപ്പോൾ അയലച്ചമ്പാനൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ. അപ്പോൾ അത് കറി വെച്ചതും വറുത്തതും അതാണ് ഇപ്പോൾ ഇന്ന് മീൻ വറുത്തും അങ്ങനെയാണ് പൂണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുകയും നമ്മുടെ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഇതാ അയലച്ചമ്പാൻ, ഇത് 1/2 കിലോനാണ്. അതാണ് ഇപ്പോൾ ഇന്ന് വാങ്ങിയത്. അപ്പം ഇനി ഇതാ അത് ഒക്കെ നന്നാക്കുകയാണ്. അതിൻ്റെ അങ്ങനെ ഒരു മുകൾ ഭാഗത്ത് ഒരു മുള്ളു പോലെ ഉണ്ട്. നമ്മളെ പൂച്ചതാ ഇവിടെ ഉണ്ട്, പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. പൂച്ചക്കുട്ടി അവിടെ കിടന്നുറങ്ങാണ്. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ പൂച്ചയ്ക്ക് കൊടുക്കാണ്ട് 2 തല കൊടുത്തു മുറിച്ച്. ഇനി ബാക്കി ഇതൊന്നും കൊടുക്കാണ്ട്. അപ്പോൾ അതാണ് ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്. അപ്പോൾ ഏതായാലുമൊക്കെ നന്നായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഇത് വളരെ വെറൈറ്റി ആയിട്ട് ഒരു മീൻ നമുക്കിന്ന് കിട്ടിയതാണ്. ഞങ്ങൾക്ക് നല്ല ഇഷ്ടമുള്ളൊരു മീൻ കൂടിയാണ്. അമ്മയ്ക്കും അതെ നല്ല ഇഷ്ടമുള്ള മീനാണ് അയലച്ചമ്പാൻ. തല ഇവിടെ ഉണ്ട്. ഉണ്ടാവും ഇവിടെ ഇങ്ങനെ ഒരു ഇത് മുകൾ ഭാഗത്ത് അതൊന്നും ഇങ്ങനെ എടുക്കാണ്ട്. അയലേൻ്റെയൊക്കെ പോലെ തന്നെ ഏകദേശം. അപ്പോൾ ഇതൊക്കെ ഇത് വറക്കാനുള്ളതാണ്. കഴുകി 2 വറക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വരിഞ്ഞ് വയ്ക്കുകയാണ്. പിന്നെ കറിയൊക്കെയുള്ളതൊക്കെ ഒന്ന് മുറിച്ച് കഷ്ണാക്കുന്നുണ്ട്. ഇതാ പൂച്ചയ്ക്ക് കഴിക്കൽ കഴിഞ്ഞു. പൂച്ചേൻ്റെ കഴിക്കലൊക്കെ കഴിഞ്ഞു. പുറത്തൊക്കെ കൊണ്ടുപോയി കൊടുത്തത് ഇതാ അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് കറി വയ്ക്കാനുള്ളത് ഇതാ വറക്കാനുള്ള 2. ഇനി അതിലേക്ക് പൊടികളൊക്കെ ഇടാം. കറി വയ്ക്കുന്നതിലേക്ക് സാധാരണ പോലെ തന്നെ കറി വയ്ക്കുന്നത്. മൺചട്ടിയിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇതാ വറക്കുന്നതിലേക്കും മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒക്കെ ചേർക്കുകയാണ്. കുരുമുളക് പൊടി ലേശം ചേർക്കുന്നുണ്ട് വറക്കുന്നതിലേക്ക്. പിന്നെ ഇതാ ഉപ്പിട്ടു. കറി വയ്ക്കുന്നതിലേക്കും ഉപ്പിട്ടു. ഇനി ഇതാ കറിയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനിയിപ്പോൾ നമുക്ക് പുളി പിഴിഞ്ഞ് വാരണം. ഇത് മുളകിട്ടിട്ട് രസമാണ്. അതുപോലെ ഇപ്പോൾ തേങ്ങ അരച്ചിട്ടുള്ളത് ഇതാ അതിലേക്കുള്ള ചേരുവകളൊക്കെ ഇവിടെ ഉണ്ട്. ഇനി പിന്നെ മസാല അരച്ചിട്ടൊക്കെ വയ്ക്കാം. വറക്കുന്നതും മസാലയൊക്കെ തിരുമ്പി ഇവിടെ വയ്ക്കാം. കറി വെച്ച് കഴിഞ്ഞിട്ട് വേണം വറക്കാൻ. കറി വെക്കുന്നതിലേക്ക് പിന്നെ നമുക്ക് തക്കാളിയും പച്ചമുളകും ഒന്ന് അരിഞ്ഞിടണം. ഇനിയിപ്പോൾ നമുക്ക് തേങ്ങ അരച്ചിട്ടാണ്. അപ്പോൾ അതൊന്ന് അരച്ചെടുക്കാനുള്ളതാണിത്. അത്യാവശ്യം ഉണ്ട് അരച്ചത്. ഇതാ അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് നമുക്ക് വേവിച്ചെടുക്കാം. എന്തൊക്കെ വരുന്നുണ്ട്. ഇനി കറിവേപ്പില ഇടാം.
ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി നമുക്ക് വഴറ്റിയിടാണ് വേണ്ടത്. ഇനിയിപ്പോൾ മീൻ വറക്കൽ. പപ്പടം കാച്ചിയത് ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മളൊരു മത്തൻ്റെ, ഇത് നല്ല മൂത്ത മത്തൻ തന്നെയാണ്, അത്യാവശ്യം പഴുത്ത മത്തൻ തന്നെയാണ്. അതൊന്ന് താളിക്കുന്നുണ്ട്. പച്ചമുളക് കീറിയിട്ടിട്ട് അതുകൂടി ഉണ്ടായിക്കോട്ടെ. എരിശ്ശേരിക്കൊക്കെ പറ്റിയ മത്തൻ തന്നെയാണിത്, നല്ല മൂത്തതാണ്. ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഇനി നമുക്കത് നുറുക്കിയെടുക്കാനുള്ളതാണ്. അതിന് കനം കുറച്ച് അങ്ങനെ നുറുക്കിയെടുക്കാം. ഒരു വെജിറ്റേറിയൻ ഒരു വിഭവം കൂടി ഉണ്ടായിക്കോട്ടെ ഇന്ന്. ഇനി പച്ചമുളകും കൂടി അതിൽ കീറിയിടണം. ഈ ഒരു പാത്രത്തിലാണ് നമ്മൾ ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് ഉപ്പ് അത് ചേർക്കാം. ലേശം വെള്ളം, മത്തനായതുകൊണ്ട് കുറഞ്ഞ വെള്ളം മതി. ഇനി അത് നമുക്ക് വേവിച്ചെടുക്കാം. വെന്ത് വരുന്നുണ്ട്. ഇനിയിപ്പോൾ അതിൽ കറിവേപ്പില, അത് കഴിഞ്ഞ് പച്ച വെളിച്ചെണ്ണ തുളിക്കുക. അത്രയല്ലേ പണിയുള്ളൂ, വറവിടാനൊന്നുമില്ലല്ലോ. അപ്പോൾ ഏതായാലും എല്ലാം ഇവിടെ ആയി. ഇന്ന് ഇനിയിപ്പോൾ ഊണ് കഴിക്കൽ ഞാൻ സമയമാവട്ടെ. അപ്പോൾ ഏതായാലും ഊണ് കഴിക്കായി. ഇനിയിപ്പോൾ നമ്മൾ അയില ചെമ്പാൻ കറി വെച്ചത് അത് കൊടുക്കാം അമ്മയ്ക്ക്. പിന്നെ വറുത്ത അയില ചെമ്പാൻ അത് കൊടുക്കാം. പിന്നെ മത്തൻ താളിച്ചത് അത് ഇവിടെ ഉണ്ട്. ഇപ്പോൾ കട്ടയി മത്തൻ താളിച്ചതൊക്കെ. അപ്പോൾ അങ്ങനെയാണ് ഇപ്പം ഇന്ന് ചോറ്, അയിലച്ചമ്പൻ, മീൻ കറി വെച്ചത്, വറുത്തത്, മത്തൻ താളിച്ചത്. അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെട്ട മീനാണ് അയിലച്ചമ്പൻ. ഇതിനെപ്പോഴും കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. മീനൊന്ന് നോക്കാം. എന്താ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയും നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.